ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യോഗ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. സെന്ററിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വടകര എംഎൽഎ കെ കെ രമ നിർവഹിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരായ പി ഗോപാലൻ, ടി കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മാരക യോഗ സെന്ററാണ് ഒഞ്ചിയത്ത് പുതുതായി ആരംഭിച്ചിരിക്കുന്നത്. സെന്ററിന്റെ ഉദ്ഘാടനം വടകര എംഎൽഎ കെ കെ രമ നിർവഹിച്ചു. പല രോഗങ്ങളും നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ടും ഉണ്ടാകുന്നത്. ഇപ്പോൾ കൊളസ്ട്രോള്, പ്രഷർ, ഷുഗർ, ഇതൊക്കെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഭക്ഷണ രീതികൾ നാം കഴിക്കുന്ന അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതും നമുക്കറിയാം. നേരത്തെ അധ്വാനം കുറവാണ്, പഴയ പോലെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ അധികം കഴിക്കാൻ സാധിക്കുന്നില്ല. കുട്ടികളൊക്കെ ഫാസ്റ്റ് ഫുഡിൻ്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വ്യായാമത്തിൻ്റെ അത്യന്താപേക്ഷിതമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. നടത്തമൊക്കെ ആളുകൾ പറയുന്നുണ്ട്, രാവിലെ നടക്കാൻ സമയം കിട്ടുന്നില്ല, യോഗ ചെയ്യാൻ, വ്യായാമം ചെയ്യാനൊക്കെ നമുക്ക് സമയം കിട്ടുന്നുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. എങ്കിലും ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾക്ക് സമയം കണ്ടെത്തേണ്ടത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പം അത്തരത്തിൽ ചില ഇതുപോലെയുള്ള വ്യായാമ യോഗ സെൻ്ററുകളിലൊക്കെ പോകാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. അങ്ങനെ ചെറിയ ചെറിയ വ്യായാമം കൊണ്ട് കുറേയേറെ നമ്മുടെ രോഗങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്നതാണ്. അപ്പം അതിനുകൂടി സമയം കണ്ടെത്താൻ നമ്മുടെ ജീവിതത്തിൽ കഴിയണം. പുതിയ കാലത്ത് ജീവിതശൈലി രോഗങ്ങളിൽ കൗമാരക്കാർ പോലും പെടുന്ന സാഹചര്യത്തിൽ വ്യായാമം ഉൾപ്പെടെയുള്ള ദിനചര്യയ്ക്ക് യോഗാസനം ഒരു പ്രധാന വ്യായാമമായി കണക്കാക്കിക്കൊണ്ടാണ് ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പുതിയ സെന്ററിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് അധ്യക്ഷനായ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് റഹീസ നൌഷാദ് സ്വാഗതം പറഞ്ഞു. റോഡുകളും അതേപോലെയുള്ള പാശ്ചാത്തല ഇതുപോലെയുള്ള കെട്ടിടങ്ങളും മാത്രമല്ല, എല്ലാ മേഖലകളിലും, വിദ്യാഭ്യാസ മേഖലയിൽ, കാർഷിക മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, പാവപ്പെട്ടവന്റെ പാർപ്പിട പ്രശ്നത്തിന് എല്ലാം ഭിന്നശേഷിയിൽപ്പെട്ടവരുടെ അവരുടെ യാത്രയ്ക്കുൾപ്പെടെയുള്ള അവരുടെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം രൂപപ്പെടുത്താനുള്ള, അങ്ങനെ നാടിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ക്ലേശകരമായ അനുഭവങ്ങളുള്ള ആളുകളുടെയൊക്കെ ഒരു ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുക, ജനകീയമായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കപ്പെടുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പദ്ധതികളൊക്കെ ജനങ്ങളെ സമക്ഷം ഈ പറയാവുന്ന ഗ്രാമസഭയിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളെല്ലാം അത് അതേപടി പകർത്തിക്കൊണ്ട് ജനകീയമായ രീതിയിലേക്കുള്ള വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷക്കാലവും നടത്താൻ കഴിഞ്ഞത് എന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് ഈ പടിയിറങ്ങുന്ന വേളയിൽ ഞങ്ങൾ നിൽക്കുന്നത്. ആയുർവേദിക് ഡോക്ടർ അരുൺ അഭിലാഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് മെമ്പറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സുധീർ മഠത്തിൽ മുഖ്യാതിഥിയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ UM സുരേന്ദ്രൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ VP ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, അരവിന്ദാക്ഷൻ, യൂസഫ് മമ്മാലിക്കണ്ടി, പത്മനാഭൻ, NP രാഘവൻ, വിജീഷ് CK തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിന് ജൗഹർ വെള്ളിക്കുളങ്ങര നന്ദി പറഞ്ഞു. യോഗ പരിശീലകരും ജനപ്രതിനിധികളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത ഘോഷയാത്രയും യോഗ പരിശീലകരുടെ നൃത്തവും നാടിന്റെ ഉത്സവമായി മാറി.